സാധാരണക്കാർക്ക് ഏറ്റവും അധികം പെട്ടെന്ന് തന്നെ പൂജിക്കാനും അതേപോലെ നമ്മൾ സാധാരണക്കാർ ഉപാസിച്ചു കഴിഞ്ഞാൽ ബാധയിൽ വരാത്തൊരു ദേവത കൂടിയാണ്. മറ്റെല്ലാ ദേവതകളും നമ്മൾ നിത്യമായി ഉപാസിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ നിത്യമായി തുടർന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ദേവത ഉപാസനയിൽ അല്ലെങ്കിൽ സേവയിൽ വന്നു കഴിഞ്ഞാൽ ആ ദേവത തരുന്നതെല്ലാം ആ ദേവതയെ പിന്നെ ഉപാസിക്കാതിരുന്നു കഴിഞ്ഞാൽ ദേവത തിരിച്ചെടുക്കും. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും തന്നെ ഗണപതി ഭഗവാനെ സംബന്ധിച്ചില്ല. നിങ്ങൾ എപ്പോഴാണോ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നിർത്തുന്നത് അല്ലെങ്കിൽ ഉപാസിക്കുന്നത് നിർത്തുന്നത്, അപ്പോൾ ആ ദേവത തരുന്നത് നിർത്തും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ കൊണ്ട് ഭഗവാൻ പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് തന്ന സാധനങ്ങളൊന്നും തിരിച്ചെടുക്കില്ല. തന്നത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഗണപതി ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് നമ്മുടെ വിഘ്നങ്ങളെല്ലാം അകറ്റി നമുക്ക് കിട്ടാനുള്ള പൈസകളെല്ലാം കിട്ടുന്നതിനും അതുപോലെ സൗഭാഗ്യങ്ങൾ നേടുന്നതിനും വേണ്ടിയിട്ട് ഈ മന്ത്രം നിത്യവും 21 തവണ അല്ലെങ്കിൽ 108 തവണ ജപിക്കുന്നത് അത്യുത്തമമാണ്. രാവിലെ വിളക്ക് വെച്ചതിന് ശേഷം വേണം ജപിക്കാനായിട്ട്. കുളിച്ച് ശുദ്ധിയായതിനു ശേഷം രാവിലെ ഒരു 9 മണിക്ക് മുമ്പെങ്കിലും ചെയ്തിരിക്കണം. ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും അത്യുത്തമം. രാവിലെ വിളക്ക് വെച്ചതിന് ശേഷം ഈ പറയുന്ന ഗണപതി ഭഗവാന്റെ ധ്യാനമന്ത്രം ജപിക്കുക. ഓം നമോ ഭഗവതി ഓം ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം എന്നുള്ള ഭഗവാന്റെ ഈ ധ്യാനമന്ത്രം നിത്യവും 108 തവണ രാവിലെയും വൈകിട്ടും ജപിക്കുന്നത് അത്യുത്തമമാണ്. വൈകിട്ട് ജപിക്കാൻ പറ്റാത്തവർ രാവിലെ ജോലിക്കൊക്കെ പോകുന്നതിന് മുമ്പ്, അവരവരുടെ കർമ്മമേഖലയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിത്യവും രാവിലെ ഭഗവാനെ വിളക്ക് വെച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക. അതുപോലെ തുടർച്ചയായിട്ട് 3 ദിവസം അടുത്തുള്ള ക്ഷേത്രത്തിൽ ഗണപതി ഭഗവാന് 18 ചെറുനാരങ്ങ വാഴനാരിൽ കോർത്ത് അതല്ലെങ്കിൽ വെള്ള നൂലിൽ കോർത്ത് ഭഗവാന് സമർപ്പിച്ച് 3 ദിവസം തുടർച്ചയായിട്ട് ഗണപതി ഹോമം കൊടുക്കുന്നതും വളരെ ഗുണകരമാണെന്ന് അറിയുക. ഗണപതി ഹോമം നമ്മൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ കൊടുക്കുമ്പോൾ 18 ചെറുനാരങ്ങ വാഴനാരിൽ അല്ലെങ്കിൽ വെള്ള നൂലിൽ കോർത്ത് കൊടുക്കുമ്പോൾ ഓരോ നാരങ്ങ കോർക്കുമ്പോഴും നമ്മൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞു വേണം ഓരോ നാരങ്ങയും കോർക്കാനായിട്ട്. മനസ്സിലായല്ലോ? അതായത് നമ്മുടെ ആവശ്യം എന്താണോ ആ ആവശ്യം ഭഗവാനോട് കൃത്യമായി നമ്മൾ പ്രാർത്ഥിക്കുക. ഓരോ നാരങ്ങ കോർക്കുമ്പോഴും സമയമെടുത്ത് വേണം പ്രാർത്ഥിച്ച് വേണം കോർക്കാൻ. അപ്പം അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ ആവശ്യം നടത്തിത്തരണം എന്ന് തന്നെ പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ നടത്തി തരാമോ എന്നല്ല, നടത്തി തരണം. ഭഗവാനെ അങ്ങേയറ്റം വിശ്വസിച്ച് ഭഗവാനെ അങ്ങേയറ്റം പ്രാർത്ഥിച്ച് വേണം നമ്മൾ സമർപ്പിക്കാൻ. എന്നാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ കൊടുത്തു റിസൾട്ട് ഇല്ല എന്നുള്ളത് കൊണ്ട് നിർത്തരുത്. അപ്പോൾ അവിടെ കൊടുത്തിട്ട് റിസൾട്ട് ഇല്ല എങ്കിൽ മറ്റ് ഒരു ക്ഷേത്രത്തിൽ കൊടുത്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഏത് ക്ഷേത്രത്തിൽ കൊടുക്കുമ്പോഴാണ് കൂടുതൽ റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളത് നോക്കിയിട്ട് അവിടെ തന്നെ നമ്മൾ തുടർച്ചയായിട്ട് വഴിപാട് കൊടുക്കുക.